ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. നമ്മൾ ഇന്ന് പോകുന്നത് കൊട്ടാരക്കരയാണ് കേട്ടോ. കൊട്ടാരക്കര എൻ്റെ കോളേജ് ഉണ്ട്, ഞാൻ പഠിച്ച കോളേജ്. അവിടെ നമുക്ക് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ മേടിക്കേണ്ട ദിവസം ഇന്നാണ്. അപ്പോൾ ഫ്രണ്ട്സിനെയും കാണാം, എല്ലാവരും വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അവരെയും കൂടെ ഒന്ന് മീറ്റ് ചെയ്തിട്ട് വരാം. പിന്നെ രാവിലെ തന്നെ നമ്മൾ മഴയൊക്കെ തോന്നുന്ന സമയത്താണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. എന്നാലും പാതി വഴിയായപ്പോൾ നല്ല മഴയായിരുന്നു. എന്ത് ചെയ്യാൻ, ഈ മഴ കാരണം എങ്ങും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. മഴയായി കഴിഞ്ഞാൽ മൊത്തത്തിൽ മടിയാണ്, വെളിയിൽ ഇറങ്ങാനേ ഭയങ്കര പാടാണ്. പിന്നെ നമ്മൾ പാട്ടൊക്കെ കേട്ട് വൈബിടിച്ച് ഇങ്ങനെ മഴയത്തങ്ങ് പോയി. എന്തായാലും പെട്രോൾ അടിച്ചിട്ടേ ഉള്ളൂ ബാക്കി കാര്യം. അങ്ങനെ നമ്മൾ പെട്രോൾ പമ്പിൽ കയറണമെന്ന് പ്ലാൻ ചെയ്തിട്ടാണ് കേട്ടോ പോകുന്നത്. ഇല്ല, പെട്രോൾ അടിച്ചില്ലെങ്കിൽ പാതി വഴിയാവണം നമുക്കെല്ലാം ഉറപ്പാണ്. നമ്മൾ പെട്രോളൊക്കെ അടിച്ചിട്ട് നേരെ കൊട്ടാരക്കരയ്ക്ക് പോവുകയാണേ, പത്തനാപുരത്ത് നിന്ന് കൊട്ടാരക്കരയ്ക്ക്. നമ്മുടെ പത്തനാപുരത്ത് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പുതിയൊരു മോള് വരുന്നുണ്ട്, ആശീർവാദ് സിനി പ്ലസ് ഒക്കെ ഉള്ള, അതാണ് സൈഡിൽ കാണുന്നത് കേട്ടോ. ഇനി നമ്മൾ നേരെ കൊട്ടാരക്കര എത്തിയിട്ടുണ്ടേ. കൊട്ടാരക്കര എത്തി നമ്മൾ ഫ്രണ്ട്സിനെയൊക്കെ മീറ്റ് ചെയ്ത് ഒരു ഹായ് പറയാൻ പറഞ്ഞപ്പോൾ എക്സ്പ്രഷൻ ഇട്ട് ചാവുന്നതാണ് ഗൈസ് നിങ്ങളിപ്പോൾ കാണുന്നത്. പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ കോളേജിലേക്ക് പോയിട്ടോ. ഇതാണ് ഞാൻ പഠിച്ച കോളേജ്. അവിടെ ചെന്നപ്പോൾ നമ്മൾ ഒരുപാട് പേരെ കണ്ടു കേട്ടോ. നമ്മുടെ കൂടെ പഠിച്ച് ഹോസ്റ്റലിലൊക്കെ ഉണ്ടായിരുന്ന എല്ലാവർക്കും ഒരുപാട് സന്തോഷമായി. പിന്നെ അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങി കേട്ടോ. ഇറങ്ങി അവരെ നമ്മൾ സ്റ്റാൻഡിൽ ഡ്രോപ്പ് ചെയ്തിട്ട് നമ്മൾ തിരിച്ചപ്പോൾ എന്താ, കൊട്ടാരക്കര വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ബ്ലോക്ക് ഉറപ്പാണ്. അങ്ങനെ ബ്ലോക്കൊക്കെ കഴിഞ്ഞ് നമുക്ക് ഇനി ഒരു എൻഗേജ്മെൻറ്റിന് കയറാനുണ്ട് കേട്ടോ. എൻഗേജ്മെൻറ്റ് 12:30-ക്കാണെന്നാണ് പറഞ്ഞത്. സമയം ഇപ്പോൾ ഏതാണ്ട് 12:30 ആയിട്ടുണ്ട്. നമ്മളെന്തായാലും ആ സമയത്ത് അവിടെ എത്താൻ പോകുന്നില്ല, അതുറപ്പാ. ഇതൊന്നും അല്ല, കുറേ കഴിഞ്ഞിട്ട് പിന്നെ ട്രെയിൻ വരുന്നെന്നും പറഞ്ഞ് അവിടെയും ബ്ലോക്ക്. രണ്ടിടത്തു നിന്ന് പോസ്റ്റായി. ഇന്ന് ആരെയാണോ പഠിച്ചവനെ കണിയേണ്ടത്, ഒന്നും പറയണ്ട. എങ്ങനെയൊക്കെയോ ലാസ്റ്റ് പിന്നെ നമ്മൾ എൻഗേജ്മെൻറ്റ് നടക്കുന്ന സ്ഥലത്തെത്തി. നമ്മൾ ഒത്തിരി നേരത്തെ ആയതുകൊണ്ട് തന്നെ അവിടെ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഫുഡ് കിട്ടി, അൽഹംദുലില്ലാ ഹൈർ. നല്ല ഫുഡൊക്കെ ആയിരുന്നു. വിശന്നിരുന്നുകൊണ്ടാണെന്ന് അറിയത്തില്ല, അടിപൊളി ഫുഡൊക്കെ ആയിരുന്നു. ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഇറങ്ങി ഇനി നേരെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഓക്കെ, ബൈ ബൈ.